ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീമയുടെ ആത്മഹത്യയായിട്ട് സംബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിരുന്നു. ഗ്രീമയുടെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ ഗേ ആയതുകൊണ്ടാണ് അദ്ദേഹം ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്, അല്ലെങ്കിൽ ഗ്രീമയെ അവഗണിച്ചത്. ആ അവഗണനയുടെ പേരിലാണ് ഗ്രീമ ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ആ വ്യക്തിയുടെ, ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ ഒരുപാട് ഗേ ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു, ഒരു വ്യക്തിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് ഒരു തവണ അവർ വീട്ടിൽ പറയുക, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ സൂചിപ്പിക്കുകയാണെങ്കിൽ നിർബന്ധിച്ച് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം നിർബന്ധിച്ച് ആ വ്യക്തിയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കാം. ഒരു പക്ഷേ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ, നേരത്തുള്ള വീഡിയോയിൽ അത് പറഞ്ഞത് തന്നെ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ്. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു കാരണമായിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിർബന്ധിച്ച് താല്പര്യമില്ലാത്ത വ്യക്തിയെ നീ വിവാഹം കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് എത്രയോ കേസുകളിൽ ഇങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്നതും പിന്നീട് ആ വിവാഹ ജീവിതം തകരുന്നതും എത്രയോ കാണാറുണ്ട്. അത് അനുഭവിക്കേണ്ടി വരുന്ന, വിവാഹം കഴിച്ചു വരുന്ന, എത്രയോ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. ഈ ഗ്രീമയുടെ കേസിലാണെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഈ വരുന്ന വാർത്തയൊക്കെ സത്യമാണെങ്കിൽ, ഉണ്ണികൃഷ്ണൻ ഒരു ഗേ ആണെങ്കിൽ ആ പുള്ളിക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷേ തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട്, സമൂഹത്തിനോട് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന അവഗണന അല്ലെങ്കിൽ പരിഹാസം, ഇതൊന്നും നേരിടാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു വിവാഹം എന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയിട്ടുണ്ടാവും, വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അവഗണിച്ചു, വർഷങ്ങളോളം അവഗണിച്ചു, വേറെ പല കാരണങ്ങൾ പറഞ്ഞ്. എന്ന് വെച്ചാൽ ഐശ്വര്യം ഇല്ല, അതുകൊണ്ട് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മോഡേൺ അല്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല. എംടെക് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് ഗ്രീമ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അവഗണിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനമാണ് ഈ കുട്ടി അമ്മയും കൂടെ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്, ഇതൊരു കുറ്റക്കാരനല്ല, ഒരു വ്യക്തി ഗേ ആവുന്നത് ഒരു കുറ്റമായിട്ടല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന വിധത്തിലേക്ക് മാറുന്നത് കുറ്റകരം തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ അവഗണിക്കപ്പെട്ടു എന്ന് പോലും മനസ്സിലാക്കാതെയായിരിക്കാം ഒരു പക്ഷെ ഗ്രീമ ജീവിച്ചതും ഗ്രീമ ആത്മഹത്യ ചെയ്തതും എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഫോണിന്റെ ഹിസ്റ്ററി ഒക്കെ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാരണമാണ് എന്നുള്ളതൊക്കെ പുറമേ ഉള്ളവര് അറിയുന്നത്. പക്ഷെ ഒരു ഗ്രീമയുടെ ബന്ധു തന്നെ ഇതൊരു ഇന്ന കാരണം ആണ് എന്നുള്ള രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ആ കുട്ടിക്ക് നേരത്തെ അറിയുന്നുണ്ടായിരിക്കാം. അങ്ങനെ അറിയുന്നതാണെങ്കിൽ അങ്ങനത്തെ ഒരാള് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവഗണിക്കുന്നു തോന്നുമ്പോൾ എന്തിനാണ് ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാരണം, ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കള്, ഉണ്ണികൃഷ്ണന്റെ സഹോദരനൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ പറയുന്ന കാരണം, ഗ്രീമ ഒറ്റ കുട്ടിയായതുകൊണ്ട് അമ്മ ഒരുപാട് ആ കുട്ടിയെ പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് വിവാഹത്തിന് ശേഷവും അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഈ ഉണ്ണികൃഷ്ണനും ഗ്രീമയും കൂടെ വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോയപ്പോൾ പോലും അമ്മ എപ്പോഴും ഫോൺ ചെയ്ത് കാര്യങ്ങൾ നിർദ്ദേശിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഗ്രീമ അയർലൻഡിലേക്ക് ഉണ്ണികൃഷ്ണന്റെ കൂടെ പോകുന്നത് ഈ ഗ്രീമയുടെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, അവർ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കാരണമാണ് ആ വിവാഹബന്ധം തകർന്നത് എന്നുള്ള രീതിയിലും പറഞ്ഞു. അത് ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരനാണ് പറഞ്ഞത്. അതിനും സാധ്യത ഇല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഒറ്റ കുട്ടിയായിട്ട് വളർന്ന കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളെ എപ്പോഴും അവരെ ഇങ്ങനെ വളരെയധികം പാമ്പർ ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടോ, അവർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പെരുമാറും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇപ്പൊ ഒരു 4-5 മാസം മുൻപ് അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു സാറ്, തൃശ്ശൂരുള്ള അനൂപ് വെള്ളാറ്റഞ്ഞൂർ, ആ സാറ് ആത്മഹത്യ ചെയ്യണ്ടായി. അധ്യാപകനാണ്, ഗായകനാണ്, സുന്ദരനാണ്, നല്ല സൽസ്വഭാവിയായ, ആർക്കും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു വ്യക്തി. ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണമായിട്ട് അന്ന് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു ഒറ്റ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്, ഒറ്റ കുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ആ ഭാര്യയുടെ അമ്മ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു, എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ കൂടെ പോയി താമസിക്കണം, ഈ മകളും ഭർത്താവും അവരുടെ കൂടെ താമസിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമുള്ള സമ്മർദ്ദത്തിന് അതിജീവിക്കാൻ പറ്റാതെയാണ് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതെന്ന് അന്ന് ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ അതേ കേസാവാനും ഇതിന് സാധ്യതയുണ്ട്. ഇതിൽ ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തിരുന്നു വെച്ചാൽ എല്ലാവരും ഈ അമ്മയും മകളെയും കുറ്റപ്പെടുത്തി ആ ഭാഗത്ത് നിന്നിരുന്നു. എന്നാൽ ഈ കേസിൽ ഈ മകളും അമ്മയും മരിച്ചതുകൊണ്ട് എല്ലാവരും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഇതിൽ ഈ വ്യക്തി ഗേ ആയതുകൊണ്ട്, അവഗണിച്ചത് കൊണ്ടാണോ ആത്മഹത്യ ചെയ്തെന്ന് നമുക്കറിയില്ല. അല്ലാതെ ഒറ്റ കുട്ടി ആയതുകൊണ്ട്, അമ്മ ഒരുപാട് കൺട്രോൾ ചെയ്തുകൊണ്ടാണോ ഇവര് ബന്ധം തകർന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവര് മരിച്ചുപോയി. ഇനി നമുക്കിതിനെ കുറിച്ച് ഇങ്ങനെ ഊഹാപോഹങ്ങൾ പറയാം, അല്ലെങ്കിൽ കുറെ തെളിവുകൾ, ഫോണിൽ അവശേഷിപ്പിച്ച തെളിവുകളും ഒക്കെ വെച്ചിട്ട് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ ഈ കേസ് വന്ന സമയത്ത് സ്ത്രീധന പീഡനം, ഭയങ്കര മാനസിക പീഡനം, സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്
ഒരുപാട് ആ കുടുംബത്തിനെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഹരാസ് ചെയ്തിരുന്നു. സ്ത്രീധന പീഡനം ഇതിനെ പറയാനേ പറ്റില്ല എന്ന് ആദ്യത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. സ്ത്രീധന പീഡനം നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടിക്ക് കൊടുത്ത 200 പവൻ സ്വർണം അവർ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ ആ ഭർത്താവ് കൈക്കലാക്കിയിട്ടോ അല്ലെങ്കിൽ ആ സ്വർണം സ്ത്രീധനമായിട്ട് കണക്കാക്കി അവർ സ്വന്താക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടിയുടെ ലോക്കറിൽ തന്നെയാണ് സ്വർണ്ണം ഉള്ളത്. ഈ കുട്ടി ആത്മഹത്യാ കുറിപ്പിൽ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്വർണം അമ്മാവന്മാർക്ക് വീതിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീധന പീഡനം എന്നോ അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടിയത് കുറഞ്ഞു പോയി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വളരെ വിഷമമുള്ള കാര്യമാണ്. ഒരു വിവാഹബന്ധം തകർന്നു പോവുക അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക, ഇതൊന്നൊരു കാര്യമേ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. എത്രയോ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, എത്രയോ ഡിവോഴ്സ് ആവുന്നു. അപ്പൊ ഇതിന്റെ പേരിലൊക്കെ പോയി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിപ്പോ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ അത്രയും മോശമായിരുന്നിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വിഷമങ്ങൾ വരുമ്പോൾ നേരിടാനോ, അവര് നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് ജീവിച്ചൊരു ഫാമിലി, അച്ഛനും അമ്മയും മകളും മാത്രമായിട്ട് ജീവിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. വിവാഹത്തിന് ശേഷം പെട്ടെന്ന് ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ആത്മഹത്യ എന്നുള്ളത്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അണുകുടുംബങ്ങളാണ്. അവർക്ക് ആരെയും ആശ്രയിക്കാനില്ല. അതൊക്കെ ഇതിനൊരു ഘടകമാണ് എന്നുള്ളതാണ്. എന്തായാലും ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭർത്താവ് എന്തിന്റെ കാരണം കൊണ്ട്, ഒരുപക്ഷെ അയാളുടെ ഭാഗത്ത് വലിയ തെറ്റുകൾ ഉണ്ടായിരിക്കാം, അയാൾ ഗേ ആണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് ആ പെൺകുട്ടി എന്ത് കാരണം കൊണ്ട് അവഗണിക്കപ്പെട്ടു പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെയായിരിക്കാം ആ കുട്ടി മരിച്ചിട്ടുണ്ടാവുക. അതൊക്കെ വളരെ സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ആരും ഇത്തരം ഒരു തീരുമാനത്തിലേക്കൊന്നും എത്താതിരിക്കുക. വിവാഹബന്ധം തകർന്നു പോവുക എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിഹസിക്കാനുള്ള ഒരു കാര്യം ഒന്നുമല്ല. അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമാണ്. നമ്മളെ ജീവിതമാണ്, നമുക്ക് നല്ല ജോലി, വരുമാനം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മുന്നോട്ട് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമേ അല്ല എന്നുള്ളതേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.